ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ ജയശ്രീക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ശ്രീധനത്തിൻ്റെ സ്വർണവും വന്ന് 10 ലക്ഷം രൂപയും എക്സ്ട്രാ കൊടുക്കാൻ പോവാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ കല്യാണ ചെറുക്കൻ്റെ സ്വഭാവം മാറിയിട്ട് അവൻ പെട്ടെന്ന് കല്യാണം കഴിക്കാനങ്ങ് റെഡിയാകുവാണ്. അവൻ്റെ അമ്മയോട് പറയുന്നു, അമ്മേ സ്വർണവും കിട്ടി, ഇപ്പോൾ കൂടാതെ 10 ലക്ഷം രൂപയും, അമ്മ എൻ്റെ കൂടെ അങ്ങ് നിന്നോണേ. അച്ഛനോടും പറയുന്നു, അച്ഛാ അച്ഛനും എതിർത്തൊന്നും പറയല്ലേ, മോൻ്റെ ഇഷ്ടം പോലെ ചെയ്യുമോനെ, 10 ലക്ഷം രൂപ അല്ലേ എക്സ്ട്രാ കിട്ടുന്നത്. അങ്ങനെ അച്ഛൻ തന്നെ ചെറുക്കനെ കല്യാണ മണ്ഡപത്തിലോട്ട് കയറ്റി ഇരുത്തുന്നുണ്ട്. സത്യാമ്മ കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ ജയശ്രീയെ അണിയിക്കുവാണ് എല്ലാവരും. അങ്ങനെ കഴുത്തിലോട്ടൊക്കെ ഓരോരോ ആഭരണങ്ങൾ അങ്ങോട്ട് എടുത്ത് അണിയുമ്പോൾ ആ കല്യാണ ചെറുക്കൻ്റെ ആ നോട്ടോ ആ ചിരിയോ ഒന്ന് കാണണം. പക്ഷേ ജയശ്രീയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. അങ്ങനെ സർവാഭരണ ഭൂഷിതയായി ഒരുക്കിയിട്ട് ജയശ്രീയെ കല്യാണ മണ്ഡപത്തിൽ ചെറുക്കനോടൊപ്പം ഇരുത്തുന്നുണ്ട്. ആർത്തിമൂത്ത ആർത്തിപ്പണ്ടാരോ അവനിങ്ങനെ ജയശ്രീയെ തന്നെ നോക്കുവാണ്. ജയശ്രീയും അവനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. എന്തൊക്കെയോ ആ നോട്ടത്തിൽ ഇങ്ങനെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കല്യാണം നടത്താൻ വന്ന പൂജാരി താലിയെടുത്ത് പൂജിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് താലി കെട്ടാൻ നോക്ക്. അങ്ങനെ പുതുമണവാളൻ വലിയ സന്തോഷത്തോടെ ആ താലിച്ചരട് അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് അമ്മയും അച്ഛനെയും നോക്കുന്നുണ്ട്. അമ്മ സന്തോഷത്തോടെ പറയുന്നു, കെട്ടിക്കോ മോനെ. പെട്ടെന്ന് അവൻ ആ താലി ജയശ്രീയുടെ കഴുത്തിലോട്ട് കെട്ടാനായിട്ട് കൊണ്ടുവരുമ്പോൾ ജയശ്രീ അവൻ്റെ കൈ ഇങ്ങനെ തടുത്തു നിർത്തുന്നു. അതുകൊണ്ട് അവിടെ നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ ഞെട്ടി നോക്കുവാണ്, അയ്യോ എന്താ കാര്യമെന്ന്. അപ്പോൾ ജയശ്രീ ചോദിക്കുന്നു, വിനീതൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, അതോ എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന സ്വർണം കണ്ടിട്ടാണോ? അയ്യോ അല്ല, ഇഷ്ടപ്പെട്ടിട്ട് തന്നെ. അപ്പോൾ പിന്നെ സ്വർണ്ണമില്ലെന്നറിഞ്ഞപ്പോൾ വിനീത് എന്നെ ഉപേക്ഷിച്ചിട്ട് ഈ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചത് എന്താ? അവൻ ഉത്തരം മുട്ടിപ്പോയി. പെട്ടെന്ന് ജയശ്രീ അങ്ങനെ ചോദിക്കുമെന്നൊന്നും അവൻ കരുതിയില്ല. അപ്പോൾ വിനീത് എന്നെയല്ല ഇഷ്ടപ്പെട്ടത്, എൻ്റെ സ്വർണവും എനിക്കിപ്പോൾ കിട്ടിയ 10 ലക്ഷം രൂപയാണ് വിനീതിന് ആവശ്യം അല്ലേ? അതിനുവേണ്ടി മാത്രമാണ് വിനീത് ഇപ്പോൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ഈ തന്നതൊക്കെ തീർന്നു കഴിയുമ്പോൾ വിനീത് എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് വിനീതേ, എനിക്ക് കല്യാണം വേണ്ട. അവൻ്റെ മുഖത്ത് നോക്കി തൻ്റെ ഇടത്തോടെ പറഞ്ഞിട്ട് ജയശ്രീ ആ കല്യാണ മണ്ഡപത്തിൽ നിന്ന് എഴുന്നേക്കുവാണ്. അയ്യോ എൻ്റെ പൊന്നുമോളെ, നീ എന്തൊക്കെ കാണിക്കുന്നത്, എന്തുവാ മോള് പറയുന്നത് എന്നൊക്കെ ജയശ്രീയുടെ അച്ഛൻ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛൻ ഈ അമ്മയുടെയും മകൻ്റെയും കാല് വരെ പിടിച്ചില്ലേ, എന്നിട്ട് ഇവർ ഈ കല്യാണത്തിന് സമ്മതിച്ചോ? ഇല്ലല്ലോ. ഇങ്ങനെയുള്ള ഇവർ ഈ സ്വർണത്തിനും പണത്തിനും വേണ്ടി എന്നെ കൊല്ലത്തില്ലെന്ന് അച്ഛൻ അറിയാൻ പറ്റുമോ? പൊന്നും പണവും ആഗ്രഹിച്ചു വരുന്ന ഒരാളെ എനിക്ക് വേണ്ടാച്ചാ. ഇനി അങ്ങനെ ഒരാളെ എനിക്ക് വരനായിട്ട് എൻ്റെ അച്ഛൻ നോക്കുകയും വേണ്ട. ജീവിതകാലം മുഴുക്കെ ഇങ്ങനെ നിന്നാലും വീട്ടിലെ ഉപ്പും ചോറ് തിന്ന് കഴിഞ്ഞാലും അതിനൊക്കെ ഒരു അന്തസ്സുണ്ടച്ചാ. അതുപോലെ അല്ലച്ചാ, ഇവരുടെയൊക്കെ വീട്ടിൽ പോയി ഒരു പിടി പറ്റ് തിന്നാലും ഒരു 100 പറ്റിൻ്റെ കണക്ക് ഇവർ പറയും. ആർത്തിമൂത്ത അച്ഛനും അമ്മയും മോനും ജയശ്രീ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ വായുമ്പൊളന്ന് നിൽക്കുവാണ്. ശാലിനി ജയശ്രീയുടെ അടുത്തോട്ട് ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. വിനീതിനെയും അവൻ്റെ അച്ഛനെയും അമ്മയും നോക്കിയിട്ട് ശാലിനി ചോദിക്കുന്നു, നീ എന്താ അടുത്ത പരിപാടി? പെൺകുട്ടിക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ നിൽക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. ഇത് കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയുള്ള തീരുമാനമാണ്. ഇങ്ങനെ ഉറച്ച തീരുമാനം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ എടുത്താൽ ഈ സ്ത്രീധനമെന്ന ആചാരം തന്നെ വേരോടെ നമുക്ക് പിഴുതു മാറ്റാൻ പറ്റും. അങ്ങനെ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള മരണവും കുറയും. ഇത് ഓരോ വ്യക്തിയുടെയും ഉള്ളറകളിലോട്ട് ഇറങ്ങിച്ചെല്ലേണ്ട ഒരു പാഠമാണിത്. ഇതിനിപ്പോൾ ഇവിടെ തിരികൊളുത്തിയെന്നേ ഉള്ളൂ. ഇനി ഇത് ആളിക്കത്തിക്കേണ്ട ജോലി കല്യാണപ്രായമായ ഓരോ പെൺകുട്ടികളും ഏറ്റെടുക്കട്ടെ. ശാലിനി പറയുന്നതൊക്കെ സന്തോഷത്തോടെ വലിയ അഭിമാനത്തോടെ സത്യാമ്മ നോക്കി നിന്ന് കേൾക്കുന്നുണ്ട്. അച്ഛാ ഇനി നമുക്ക് ഇറങ്ങാം എന്ന് ജയശ്രീ പറയുമ്പോൾ, മോളെ അച്ഛൻ എന്നെ തടയരുത്. സത്യാമ്മയുടെ മുന്നിൽ ചെന്ന് 2 കൈയുമെടുത്ത് തൊഴുതിട്ട് ജയശ്രീ പറയുന്നു, സത്യാമ്മേ ഒരുപാട് നന്ദിയുണ്ട്. എന്നിട്ട് ജയശ്രീ ശാലിനിയുടെ കൈക്ക് പിടിക്കുമ്പോൾ ശാലിനി അവളുടെ കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട്. അതിലൊരുപാട് അർത്ഥമുണ്ട്. എന്നും ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറയാതെ പറയുന്ന ഒരു പിടുത്തമായിരുന്നു അത്. അങ്ങനെ ജയശ്രീയും അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്ന് കല്യാണ മണ്ഡപത്തിൽ നിന്നും വീട്ടിലോട്ട് പോവുകയാണ്. ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ വിവാഹവും വിവാഹ മണ്ഡപവും എല്ലാം. അതെല്ലാം ഇവൻ നശിപ്പിച്ചതോർത്ത് ശാലിനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അവനോട്. ശാലിനി പറയുക, ഇതിനേക്കാൾ കൂടുതൽ സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണിനെ മാത്രമേ നീ വിവാഹം കഴിക്കാവൂ, അല്ലെങ്കിൽ പിന്നെ ആ പെൺകുട്ടിയുടെ ശാപം കൂടെ കാണും നിനക്ക്. മരുമകളെ നോക്കി അഭിമാനത്തോടെ നിൽക്കുന്ന സത്യാമ്മയെ നോക്കി ശാലിനി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ്. നാണം കെട്ട് തലകുനിഞ്ഞ് നിൽക്കുന്ന ആ അമ്മയും മോനെ പുച്ഛത്തോടെ നമ്മുടെ സത്യാമ്മ നോക്കുന്നു. എന്നിട്ട് എൻ്റെ മരുമകൾ പുലിയാട എന്നൊരു അഹങ്കാരത്തോടെ ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് സത്യാമ്മയും പൊന്നിയും ശാലിനിയും എല്ലാം അങ്ങ് പോവുകയാണ്.
അബൂബക്കറിൻ്റെ വീട്ടിൽ നസീറിനെ കാണാത്തതിൻ്റെ തെരച്ചിലാണ്. അബൂബക്കറുടെ കുറച്ച് ബന്ധുക്കളൊക്കെ വന്നിട്ട് പറയുന്നു, ഇതിപ്പോൾ ഒരാളെ കാണാതായിട്ട് കുറച്ച് ദിവസമായല്ലോ. ഇത്രയധികം സംവിധാനങ്ങളുള്ള ഈ നാട്ടിൽ നസീർ ഇതുവരെ ആരെയും വിളിച്ചിട്ട് പോലുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അവൻ ഒരേ ഒരു തവണ മാത്രം വിളിച്ച്, അത് നൂർജഹാൻ ആ വീട്ടിലുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ അബൂബക്കറിൻ്റെ മകൻ നസീറിനെ ഈ നൂർജഹാൻ കണ്ടു കാണുമല്ലോ. അത് പിന്നെ അവൾ കണ്ടു കാണുമല്ലോ. ആ വീട്ടിൽ നസീർ ചെന്നതുകൊണ്ടല്ലേ നസീർ നൂർജഹാനെ കണ്ടത്. നസീർ അവളെ കണ്ട സ്ഥിതിക്ക് അപ്പോൾ അവളും അവനെ കണ്ടു കാണുമല്ലോ. പക്ഷെ ആ കാര്യം ഞാൻ അവളോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടും അവൾ ഒന്നും സമ്മതിച്ചു തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ വിവരം ധരിപ്പിച്ചത്. എനിക്ക് എൻ്റെ മോൻ എവിടെ പോയതാണെന്ന് അറിയണമല്ലോ. അപ്പോഴാ വന്നവർ അബൂബക്കറോട് പറയുന്നത്, എന്നാൽ നിങ്ങൾ നൂർജഹാനെ ഇങ്ങോട്ട് വിളിച്ചേ. അബൂബക്കർ നൂർജഹാനെ വിളിക്കുമ്പോൾ നൂർജഹാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നൂർജഹാനെ, നസീർ നിന്നെ കണ്ടെന്നും എന്നിട്ടത് അവൻ്റെ ബാപ്പയോട് വിളിച്ച് പറയുകയും ചെയ്തെന്നും അതായിരുന്നു ലാസ്റ്റ് ഫോൺ കോളെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്താണ് ഇതിലെ സത്യം? ആ വീട്ടിൽ വെച്ച് നസീറിനെ നൂർജഹാൻ കണ്ടായിരുന്നു. ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് നസീർ കാണിച്ച പരാക്രമങ്ങളൊക്കെ ഇങ്ങനെ നൂർജഹാൻ്റെ മനസ്സിൽ ഓടി വരുന്നുണ്ട്. ശാരദാമ്മയെ പിടിച്ച് തള്ളിയതും ശാരദാമ്മ പോയി തലയടിച്ച് വീണ് ബോധം കെട്ടതും എന്നിട്ട് നസീർ നൂർജഹാനെ പിടിച്ച് വലിച്ചോണ്ട് വരാൻ വന്നപ്പോൾ ശാലിനിയുടെ അച്ഛൻ ഗോപാലൻ നായർ വന്ന് നസീറിനെ പിടിച്ചു നിർത്തിയതും നൂർജഹാനോട് മോൾ അകത്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞതുമൊക്കെ നൂർജഹാൻ ഓർമ്മ വരുന്നുണ്ട്. പെട്ടെന്ന് അവർ ചോദിക്കുന്നു, നൂർജഹാനെ നിന്നോട് കണ്ടോന്നാ ചോദിച്ചത്. നൂർജഹാൻ പറയുന്നു, ഇല്ല, ആ വീട്ടിൽ നസീർക്ക വന്നിട്ടില്ല. അബൂബക്കർ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റിട്ട്, കള്ളം പറയുന്നോടി, നിന്നെ അവിടെ കണ്ടെന്ന് എൻ്റെ മോൻ എന്നോട് വെറുതെ കള്ളം പറയുമോ? അതിന് ഞാൻ കണ്ടെങ്കിലല്ലേ കണ്ടെന്ന് പറയാൻ പറ്റൂ, അല്ലാതെ എങ്ങനെയാ കാണാത്ത ആളെ ഞാൻ കണ്ടെന്ന് പറയുന്നത്? തർക്കുത്തരം പറയുന്നോടി. ഇതാണ്ടേ ഇവള് പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കല്ലേ. ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ കർണം അടിച്ച് ഞാൻ പൊട്ടിക്കും. പറയടി സത്യം. നീ ആ വീട്ടിൽ വെച്ച് നസീറിനെ കണ്ടില്ലയോ? എടി നീ കണ്ടില്ലയോ എന്നും പറഞ്ഞ് അടിക്കാനായിട്ട് കൈ പൊക്കിയപ്പോൾ, അബൂ അവളെ തൊട്ടുപോയേക്കരുത്, ദാ വരുന്നത് നമ്മുടെ സുബൈർക്ക. വീൽ ചെയറെ സുബൈദ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. അവളെ ഉപദ്രവിച്ച് പോകരുത്. നസീറിനെ കണ്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളിടത്തല്ല. അവരന്വേഷിച്ചിട്ട് സത്യം എന്താണെന്ന് അറിയിക്കട്ടെ. ഇനി അതിൽ എൻ്റെ മകൾ നൂർജഹാൻ തെറ്റുകാരിയാണെങ്കിൽ അവർ ശിക്ഷിച്ചോട്ടെ. അതല്ലേ അബൂബക്കറെ അതിൻ്റെ ഒരു ശരി എന്ന് ചോദിക്കുമ്പോൾ അബൂബക്കർ കരഞ്ഞുകൊണ്ട് പറയുന്നു, അപ്പോൾ നിങ്ങൾ ആങ്ങളെയും പെങ്ങളും മോളും ഒക്കെ ശരി. അബൂബക്കർ ഒരു തെറ്റും. എൻ്റെ മകൻ നസീറിനെ കാണാത്തത് എൻ്റെ മാത്രം നഷ്ടമാണ്. ആ നഷ്ടം അവൻ്റെ തള്ളയ്ക്ക് പോലുമില്ല. നസീറിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയാൻ പോവാം. ഗൾഫിലായിരുന്ന അബൂബക്കറിനെ ചിലപ്പോൾ അതൊന്നും അറിയാനിടയില്ല. അതുകൊണ്ടുകൂടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് പറയുന്നത്. അവന് കള്ളക്കടത്ത് സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ബിസിനസ് ഉണ്ടായിരുന്നു. ചില ചുറ്റിക്കളികളും മയക്കുമരുന്ന് ബന്ധങ്ങളും അവനുണ്ടായിരുന്നു. ഞാൻ ഈ വീണുപോയ അവസ്ഥയിലാണ് നസീറുമായിട്ട് എൻ്റെ മകളുടെ വിവാഹമൊക്കെ ഇവർ ഉറപ്പിക്കുന്നത്. ആദ്യം സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കട്ടെ, എന്നിട്ട് മതി കല്യാണാലോചനയും കല്യാണവും ഒക്കെ. ഇപ്പോഴെന്തിനായാലും അവൻ വരണമല്ലോ. IG ഹമീദിനെ തന്നെ ഏൽപ്പിക്കും. അതാകുമ്പോൾ അബൂബക്കറിൻ്റെ സുഹൃത്തല്ലേ. എന്താ ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? ഇതല്ലേ അതിൻ്റെ ശരിയായ വഴി എന്നൊക്കെയാ മധ്യസ്ഥ പറയാൻ വന്നവരോട് നമ്മുടെ സുബൈർക്ക പറയുവാണ്. ഇതൊന്നും അല്ലാതെ എൻ്റെ മകളെ തല്ലിച്ചതച്ചിട്ടോ മധ്യസ്ഥ പറഞ്ഞതുകൊണ്ടോ ഇതെങ്ങും എത്താൻ പോകുന്നില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ വന്നവരും പറയുവാണ് സുബൈർക്ക പറഞ്ഞതാണ് ശരിയെന്ന്. അബൂബക്കറെ, സുബൈർക്ക പറഞ്ഞതാ ശരി. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മൾ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ വേറൊരു ചർച്ചയില്ല എന്നും പറഞ്ഞ് വന്നവരൊക്കെ അങ്ങ് പോയി. അബൂബക്കർ അങ്ങനെ IG ഹമീദിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹമീദ് ഇങ്ങനെ ചീറിപ്പാഞ്ഞ വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അബൂബക്കറും നസീറിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് ഹമീദിനെ കാത്തിങ്ങനെ നിൽക്കുവാണ്. അപ്പോഴങ്ങോട്ട് IG ഹമീദിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. ഹമീദ് അങ്ങോട്ട് വന്നപ്പോൾ തന്നെ അബൂബക്കർ പറയുന്നു, കാര്യങ്ങളൊക്കെ അല്പം കുഴപ്പത്തിലാണ്. എനിക്കൊരു 100 കൂട്ടം ജോലിയുണ്ട്. പക്ഷെ താൻ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. വരൂ, നമുക്ക് അകത്തോട്ടിരിക്കാം എന്നും പറഞ്ഞ് അബൂബക്കർ അവരെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. എടോ, ഇതിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. നമ്മൾ തമ്മിലുള്ള ബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസിൽ ഇടപെടുന്നത്. അല്ലെങ്കിൽ CA റാങ്കിലുള്ള ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് തീർപ്പാക്കേണ്ട ഒരു കേസായത്. താൻ എന്താ വന്നു വെച്ചാൽ പറ. തനിക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? അന്നത്തെ ആ സംഭവത്തിന് ശേഷം എൻ്റെ മകൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ മാത്രമല്ല, ആരും അവനെ കണ്ടിട്ടില്ല.
ഞാൻ അവസാനമായി കേട്ട ശബ്ദം ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ആ ഒരു ഓർമ്മ വെച്ചോണ്ട് ഞാൻ പറയുവാണ്, എൻ്റെ മകൻ നസീറിന് എന്തോ ഒരാപത്ത് വന്നിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ച് നൂർജഹാനെ അവൻ കണ്ടുവെന്ന് അവൻ ഫോൺ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞതാ. അതിനുശേഷം എന്തു നടന്നു എന്ന് എനിക്കറിയില്ല ഹമീദേ. മറ്റാരോടും എനിക്ക് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് താൻ എന്നെ സഹായിച്ചേ പറ്റൂ. നൂർജഹാനെ നസീർ കണ്ടെന്നും പറഞ്ഞല്ലേ ഫോൺ ചെയ്തത്? അതെ. അപ്പോൾ നൂർജഹാനും നസീറും പരസ്പരം കണ്ടു കാണുമല്ലോ. കണ്ടു കാണും, പക്ഷേ അവളത് കണ്ടുവെന്ന് സമ്മതിക്കുന്നില്ലല്ലോ. അവൾ കള്ളവാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. നൂർജഹാനെ നസീർ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെയും കൊണ്ട് പോരാനേ അവൻ ശ്രമിക്കൂ, അല്ലാതെ നസീർ അവിടുന്ന് പോരില്ല. അവനെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എന്നാൽ തൻ്റെ സംശയം അങ്ങ് തീർത്ത് കളയാം. താൻ ആ നൂർജഹാനെ ഇനി വിളിക്ക്, അവൾ എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. നൂർജഹാൻ അവിടെ മാറിയെന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അവളെ ഇങ്ങോട്ട് വിളിക്ക് എന്ന് സുബൈദയോട് പറയുമ്പോഴത്തേക്കും നൂർജഹാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടി, ഹമീദ് സാറിന് നിന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. നൂർജഹാൻ്റെ ഉള്ളു കടന്ന് പിടയ്ക്കുവാണ്. അവൾക്ക് നല്ല പേടിയുണ്ട്. എത്ര നേരം നൂർജഹാന് പിടിച്ചു നിൽക്കാനാവുമെന്നും പറയാൻ പറ്റില്ല. നൂർജഹാനെ, ഞാൻ ഈ കേസ് ഏറ്റെടുത്തത് തന്നെ നിങ്ങൾക്കാർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ തന്നെ കാര്യങ്ങൾ നേരായ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. IG ഹമീദ് എഴുന്നേറ്റ് നൂർജഹാൻ്റെ അടുത്തോട്ട് ചെന്ന് ചോദിക്കുക, അന്നേ ദിവസം, അതായത് നൂർജഹാനെ ആ വീട്ടിൽ കൊണ്ടുചെന്ന ദിവസം നസീർ ആ വീട്ടിൽ വന്നിരുന്നോ? അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നൂർജഹാൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ശാരദാമ്മ കൊടുത്ത പാലിങ്ങനെ കുടിക്കാനായിട്ട് വായിലോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നസീറിനെ അവൾ കണ്ടത്. നൂർജഹാൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കേട്ടിട്ട് IG ചോദിക്കുന്നു, ഞാൻ ചോദിച്ച ചോദ്യം നൂർജഹാൻ കേട്ടായിരുന്നോ? നസീറിനെ ആ വീട്ടിൽ വെച്ച് കണ്ടായിരുന്നോന്ന്? ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഹമീദെ, ഇവൾ പഠിച്ച കള്ളിയാന്ന്. ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവൾ സത്യം പറയില്ല. താൻ 2 വനിതാ പോലീസുകാരെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവരെ കൊണ്ട് 2 പൊട്ടീര് നല്ല അടിയിടിയും കൊടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഇവൾ തത്ത പറയുന്നപോലെ പറയും എന്ന് അബൂബക്കർ പറയുമ്പോൾ IG പറയാ, ഞാൻ പിന്നെ എന്തിനാ വന്നേ? കാര്യങ്ങൾ ചോദിച്ച് ഞാൻ മനസ്സിലാക്കിക്കോളാം. നൂർജഹാനെ, അന്നത്തെ ദിവസം നസീർ ആ വീട്ടിൽ വന്നെന്നും നസീർ നൂർജഹാനെ കണ്ടെന്നും നൂർജഹാൻ നസീറിനെ കണ്ടെന്നും ആ ഫോൺ കോളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നസീർക്ക് ആ വീട്ടിൽ വന്നിട്ടില്ല. ശരി, സമ്മതിച്ചു. ഇനി മാറ്റി പറയില്ലല്ലോ? ഇല്ല, എന്നാൽ മാറ്റി പറയരുത്. കാരണം എല്ലാ തെളിവുകളും നസീർ ആ വീട്ടിൽ വന്നിരുന്നു എന്നാണ്. നൂർജഹാൻ മാത്രമാണ് വന്നില്ലെന്ന് പറയുന്നത്. ഇനി പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ, നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും. വിഷ്ണുവിനെ ഇന്ന് കോടതിയിലോട്ട് കൊണ്ടുപോകേണ്ട ദിവസമാണ്. വിഷ്ണു ആ ജയിലിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. ചന്ദ്രബോസും അവൻ്റെ സിംഗിളുകളും കൂടെ അങ്ങോട്ട് വന്നിട്ട് പറയുന്നു, എടോ, നല്ല നിലവിളക്ക് തേച്ച് മിനുക്കി 5 തിരിയിട്ട് കത്തിച്ചു വെക്കണം. ചന്ദനത്തിരി കൂടെ കത്തിച്ചു വെച്ചോ, ഇന്നേ ഇവൻ്റെ ജാതകം കുറിക്കല. ഇതുവരെ ചെയ്തതും പ്രവർത്തിച്ചതും ഒന്നുമല്ല ഇനി മുതലിവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ വിഷ്ണുവിന് ഒരു കുലുക്കവുമില്ല. വിഷ്ണു ഇങ്ങനെ ചിരിച്ച് സാധാ മട്ടിൽ ചന്ദ്രബോസിനെ നോക്കി ഇങ്ങനെ നിൽക്കുക. വിഷ്ണുവിൻ്റെ ആ നിൽപ്പ് തന്നെ ചന്ദ്രബോസിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും, നീ ജയിലിലും. ചന്ദ്രബോസ് അങ്ങനെ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുക, എങ്കിൽ ആ 5 തിരിയുള്ള വിളക്കേ നിൻ്റെ തലക്കീഴി വെക്കാൻ വേണം. ഈ ആശിച്ച കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോഴേ ചിലർക്ക് സൈലൻ്റ് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് സാറേ. സാറിൻ്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഈ വാ കൊണ്ടല്ലാതെ പ്രവൃത്തി കാണിക്കും സാറേ, എങ്കിൽ പിന്നെ സാറേന്ന് ഞാൻ തികച്ചു വിളിക്കും. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ മുന്നിൽ പല വാക്കുകളും ചേർത്ത് ഞാൻ കൂട്ടി വിളിക്കും. എന്നെ കൊണ്ട് എന്തിനാ ഈ സാറേ എന്ന് വിളിപ്പിക്കുന്നത്? ചന്ദ്രബോസ് ഒരു ഫയൽ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ? നിന്റെ തലവര മാറ്റാനുള്ള കിടുതാപ്പാടായത്. എടാ മോനെ വിഷ്ണു, ഇതങ്ങ് ജഡ്ജിക്ക് മുന്നിൽ എത്തിയാലുണ്ടല്ലോ നിന്റെ ജീവിതം പിന്നെ സബ്ജയില്ല. എടാ, നീ അങ്ങോട്ട് കാലെടുത്ത് വെച്ച് കയറിക്കഴിഞ്ഞാൽ നിന്നെ അവിടെ കാത്തിരിക്കുന്ന ആരാന്നറിയോ? എൻ്റെ 1-2 പരിചയക്കാരാ. അവരവിടെ നിന്നെ നല്ല നടപ്പ് പരിശീലിപ്പിക്കും. ഈ നടന്നു നീങ്ങുന്ന നിൻ്റെ കാലുണ്ടല്ലോ, പിന്നെ നീ മുട്ടുകാലിൽ എഴഞ്ഞു നടക്കും. അതിനൊക്കെയുള്ള പ്ലാനും പദ്ധതിയൊക്കെ നിൻ്റെ ഈ പ്രത്യേക ജാതകത്തിൽ ഞാൻ എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ടടാ. വിഷ്ണുവിന് ഒരു പേടിയും കുലുക്കവും ഒന്നുമില്ല. വിഷ്ണു നല്ല തമാശയ്ക്ക് ചോദിക്കുന്നു, അപ്പോൾ എല്ലാം നല്ല സെറ്റാണില്ലേ? എടാ, ഞാൻ ഇതുവരെയും ഒരാൾക്ക് വേണ്ടിയും ഇത്രയധികം കഷ്ടപ്പെട്ട് ഒരു ചാർജ് ഷീറ്റ് പോലും ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു ഓട്ടോറിക്ഷയിൽ ജയശ്രീയും അവളുടെ അച്ഛനും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരനോട് പറയുന്നു, സാറേ, ഞങ്ങൾക്ക് ACP ചന്ദ്രബോസ് സാറിനെ ഒന്ന് കാണണം, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ആ പോലീസുകാരൻ അകത്തോട്ട് പോകുന്നുണ്ട്.
ചന്ദ്രബോസ് അങ്ങനെ ഭയങ്കര സ്വപ്നത്തിൽ ഇങ്ങനെ നിൽക്കുവാണ്. എടാ മോനെ, നീ ഇന്നാ പറഞ്ഞ പണി ഞാൻ ചെയ്തിട്ടില്ല, അതായത് ഷേവ് ചെയ്തിട്ടില്ല എൻ്റെ മുഖം കേട്ടോ. ജയിലിലോട്ട് പോകുന്നതിന് മുമ്പ് ആ കോടതിയുടെ പുറത്ത് വെച്ച് തന്നെ നമുക്ക് ആ മഹത്തായ ചടങ്ങ് നടത്തണം. ഞാൻ ബ്ലേഡൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നൊരു കാര്യം, വൈരാഗ്യമൊക്കെ തോന്നിയിട്ടേ എൻ്റെ കഴുത്തിലെങ്ങും പോറുകയൊന്നും ചെയ്യല്ലേ, സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യേണ്ടത്. പിന്നൊരു കാര്യം, ഈ തൊഴിൽ പഠിച്ചാലേ പിന്നെ അതങ്ങ് സ്ഥിരമായിക്കോളും. അപ്പോഴങ്ങോട്ട് ആ കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞു, സാറേ, ആ സ്വർണം നഷ്ടപ്പെട്ട പെൺകുട്ടിയും അതിൻ്റെ അച്ഛനും വന്നിട്ടുണ്ട്. കള്ളനെ കോടതിയിലോട്ട് കൊണ്ടുപോകുന്ന കാഴ്ച കൺകുളിർക്കെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. എടാ, നിൻ്റെ ക്ഷൗരപ്പണി കാണാനേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നാവിന് എല്ലില്ലെന്നും പറഞ്ഞ് ഓരോന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഓർക്കണമായിരുന്നടാ, ഇതൊക്കെ തിരിച്ച് 10 ഇരട്ടിയായിട്ട് അവനവൻ്റെ മുഖത്ത് തന്നെ വന്ന് അടിക്കുമെന്ന്. എടാ, ഇനി എൻ്റെ ഊഴവാടാ എന്നും പറഞ്ഞിങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രബോസ്. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് പറഞ്ഞത് എത്രയോ ശരിയാണ്. ഇതൊക്കെ തിരിച്ചു വന്ന് 10 ഇരട്ടിയായിട്ട് അവനവൻ്റെ മുഖത്ത് വന്ന് അടിക്കുമെന്ന്. ഇപ്പോൾ ചന്ദ്രബോസിൻ്റെ മുഖത്താണ് അടി കിട്ടാൻ പോകുന്നത്. ജയശ്രീയും അവളുടെ അച്ഛനും വന്ന ആ കേസ് പിൻവലിക്കും. അവർക്ക് സ്വർണം കിട്ടി. പിന്നെ എന്തോന്ന് കേസ്? ചന്ദ്രബോസേ മോനെ, നീ വിഷ്ണുവിനെതിരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫയലുണ്ടല്ലോ, അത് നീ കൊണ്ടുപോയി നിന്റെ തലക്കീഴ് വെച്ച് കിടന്ന് ഉറങ്ങിക്കോ. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.